നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും സുരക്ഷിതയല്ലാത്തത് സ്ത്രീയാണ്. 8 വയസ്സുകാരി തൊട്ട് 80 വയസ്സുകാരി വരെ സുരക്ഷിതയല്ല. അപ്പോൾ എം ടി പറഞ്ഞു, ഇത് സേതുവിൻ്റെ കാലശേഷമേ വായിക്കപ്പെടുള്ളൂ. പുള്ളി ഒരു പ്രവാചകൻ്റെ പോലെ പറഞ്ഞു. പറയാത്ത കാര്യങ്ങളല്ല, കാണാത്ത ലോകം കാണിച്ചു കൊടുക്കുക. അതാണ് ഒരു എഴുത്തുകാരൻ്റെ ധർമ്മം എന്ന് പറയുന്നുണ്ട്. സാർ, അതുപോലെ തന്നെ സാറിന്റെ വളരെ പ്രശസ്തമായ പുസ്തകമാണല്ലോ മറുപിറവി. അതിനകത്ത് വലിയൊരു കാലമുണ്ട് അതിനകത്ത്, അല്ലേ? അതിന്റെ ഏറ്റവും വലിയ അത്രയും കാലം ഇങ്ങനെ സംഗ്രഹിച്ചു വരുന്ന ഇങ്ങനെ ഒരു നോവലിനെ എഴുതിയപ്പോഴേ സാർ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്തായിരിക്കും അത് എഴുതുമ്പോൾ? ഞാൻ വാസ്തവത്തിൽ മറ്റിതിനൊക്കെ പാണ്ഡവരൊക്കെ എഴുതിയതിന് അതിനകത്തൊരു ഇംഗ്ലീഷിൽ പറയുന്ന സ്പോണ്ടേനിറ്റി ഉണ്ടായിരുന്നു, നൈരന്തര്യം ഉണ്ടായിരുന്നു. മറുപറിയാണ് ഒരു 5 വർഷം അതിനുവേണ്ടി വർക്ക് ചെയ്തു. കാരണം അത് ഒരുപാട് വിവരങ്ങൾ വേണമായിരുന്നു അതിനെപ്പറ്റി. ഈ മുസിരീസ് എന്ന് പറഞ്ഞ കാലഘട്ടം, അത് 2000-2500 കൊല്ലം മുമ്പ് നമ്മുടെ പ്രദേശത്ത്, ഇപ്പം ഞങ്ങളുടെ അടുത്തുള്ള പ്രദേശത്ത് സംഭവിച്ചിരിക്കാനിടയുള്ള, പിന്നെ അക്കാലത്തെ ഒരു സാംസ്കാരിക പരിസരം, അവിടെ ഇരുന്ന് ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ അവരെന്തൊക്കെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്, അവരുടെ വസ്ത്രങ്ങൾ എന്തായിരുന്നു, ആചാരങ്ങൾ എന്തായിരുന്നു, കുലമര്യാദകൾ എന്തായിരുന്നു, ഇതിനെപ്പറ്റി മനസ്സിലാക്കി ഒരുപാട് വായിച്ചു. പിന്നെ അതിനുള്ള ആൾക്കാരെ വല്ലതും കാണുകയും ഒരുപാട് പേരെ കണ്ടു. പിന്നെ ഞങ്ങളുടെയൊക്കെ ആ പ്രദേശത്ത് ജൂതന്മാരുണ്ടായിരുന്നേ. ഒരു കാലത്ത് അവിടെ ഒരുപാട് ജൂത കുടുംബങ്ങളുണ്ടായിരുന്നു. ചേന്നമംഗലത്ത് ഒരു 10-200 ജൂതന്മാരുണ്ടായിരുന്നു. ആ സിനഗോഗ് ഇപ്പോഴും ഉണ്ടല്ലോ. സിനഗോഗ് അത് ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. അപ്പോൾ ആ ഈ ജൂതന്മാരുടെ പോക്ക്, ഇപ്പം എൻ്റെ ക്ലാസ്സിലൊക്കെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. വാഗ്ദത്ത ഭൂമി തേടിയിട്ടുള്ള വാഗ്ദത്ത ഭൂമി തേടി അവർ ഇസ്രായേലിൽ തുടങ്ങുമ്പോൾ 1948 ഇസ്രായേൽ ഉണ്ടാകുമ്പോൾ അവരങ്ങ് പോകാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതിൽ അടുത്ത കൂട്ടുകാരെ ഞങ്ങളൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ പോക്ക് തുടങ്ങിയത്. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് എത്രയോ വർഷത്തിന് ശേഷം ഈ നോവൽ എഴുതുന്നതിൻ്റെ സമയത്താണ് ബസലേൽ എന്ന് പറയുന്ന ചേന്നംകുളത്തുകാരൻ, പുള്ളി അവിടെ നാട്ടിൽ വരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഒരുപാട് പൂക്കൃഷിയൊക്കെ ഉണ്ട്. അവിടുത്തെ ഒരു ഏറ്റവും വലിയ പൂക്കൃഷിക്കാരനായിരുന്നു. പ്രസിഡന്റ് ബെൻഗൂറിയനൊക്കെ അയാളുടെ വീട്ടിൽ വരും. ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി അയാളുടെ വീട്ടിൽ വരും. ശരത് പവാറൊക്കെ പോയിട്ടുണ്ട്, ബൽറാം ചാക്കർ പോയിട്ടുണ്ട്. അവിടുത്തെ അറിയപ്പെട്ട ഇന്ത്യക്കാരനായിരുന്നു. അതേ സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ പൂക്കൃഷിക്കാരനായ ചേന്നംകുളത്ത് പോയ അയാളാണ് കുറേ വിവരങ്ങൾ എനിക്ക് തന്നത്. പിന്നെ അയാളുടെ തറവാട് നിന്ന സ്ഥലത്ത് ഒരു 6-7 സെൻറ്റ് കിട്ടിയുള്ളൂ. അത് മോഹവിലയ്ക്ക് വാങ്ങി അവിടെ ഒരു വീട് പണിതു. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ, അന്ന് അവർക്ക് 84 വയസ്സുണ്ട്, എന്തിനാ വീട് പണിയുന്നത്, ഇവിടെ ആരാ താമസിക്കുന്നത്, നിങ്ങൾ എവിടെയോ രാജ്യത്ത് പോയി ജീവിക്കുന്നു? അപ്പം അങ്ങേര് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ പോയാലും എൻ്റെ പൂർവികർ ഈ മണ്ണിനടിയിൽ ഉറങ്ങുന്നു. ഇത് മലയാളി വാളയാച്ചുരം കഴിഞ്ഞാൽ അവിടുത്തുകാരനായി, പക്ഷേ എവിടെയോ കിടക്കുന്ന ഒരു ജൂതൻ പറയുന്നു. അപ്പം ഇത്തരം നമ്മളെ ഒലിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതുതന്നെയല്ല, അയാൾക്ക് ഈ സസ്യങ്ങളുടെ ജീവനെക്കുറിച്ചും പോലും ബോധമുണ്ട്. അവർക്ക് എപ്പോൾ വെള്ളം കൊടുക്കണം. ഇസ്രായേലിൽ അവർക്കൊരു പ്രത്യേക, അതിനകത്ത് ഡ്രിപ്പല്ല, ഒരു പർട്ടിക്കുലർ, അപ്പം അങ്ങനെ പറയുന്നേ, ഈ സസ്യങ്ങൾക്ക് വാതുറക്കുന്ന സമയമുണ്ട്. ആ സമയം അനുസരിച്ച് ആ സമയത്ത് കൊടുത്തില്ല ഫെർട്ടിഗേഷൻ അവർ പറയുന്നു. ഒരു ടാങ്കിൽ വെള്ളവും വളമൊക്കെ ഇട്ട് കലക്കിയിട്ട് അവർ ചെറിയ കാപ്പിലറി ട്യൂബ് കൂടി ഈ ചെടിയുടെ അടുത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ചുമ്മാ അങ്ങ് നനച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് വായ പൂട്ടിയിരിക്കുകയായിരിക്കും. അപ്പോൾ ആ തുറക്കം വേസ്റ്റാ, കയറില്ല, അത് വായ പൂട്ടിയിരിക്കുക. ചില പട്ടികൾക്ക് ചില സമയത്ത് ഭക്ഷണം കൊടുത്താൽ വേണമെന്ന് പറയും, കാക്ക കഴിക്കില്ല ചില സമയത്ത്. അപ്പോൾ ഇതിന് ജീവനുണ്ട് എന്ന് പറയുന്ന പുള്ളി പറഞ്ഞ് അതൊക്കെ ഇവർ പഠിച്ച് കമ്പ്യൂട്ടറിലൊക്കെ സെറ്റ് ചെയ്യും. ആ സമയത്ത് മാത്രമേ ഈ വെള്ളം കൊടുക്കുള്ളൂ, വെള്ളവും വളവും ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടൊമാറ്റോൻ്റെയൊക്കെ ചില പടങ്ങൾ കണ്ടു ഞാൻ, ഇത്രയുണ്ട് ടൊമാറ്റോ, ക്യാപ്സിക്കം, അപ്പം അതുപോലെ പൂക്കൾ,
അപ്പോൾ അതൊക്കെ ഈ അങ്ങനെ ഇന്ത്യയിലെ പല അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും ലെക്ചർ ട്യൂഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അല്ല, ഈ മറുപുറവി പോലെ തന്നെ ഇപ്പൊ ഈ യൂത സംസ്കാരത്തിന്റെ ഒരു ഇത് ഈ ആലിയ എന്ന് പറയുന്ന അല്ലെ ഒരു അല്ലേ, ഒരു സ്വത്വം തേടുന്ന ഒരു ഇതും ഉണ്ടല്ലോ. നമ്മൾ ഭൂമി എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു അല്ലേ, ഒരു സെർച്ച് പോലെ. അല്ല, ആലിയയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മറുപറവി തന്നെ ഞാൻ അതിൻ്റെ ഒരു 3 ഭാഗമാണ്. അതിൽ രണ്ടാമത്തെ ഭാഗം മുഴുവൻ കൽപ്പിതമായിട്ടാണ്. കാരണം ഒരു വിവരമില്ല. അക്കാലത്ത് മനുഷ്യർ ജീവിച്ചിരുന്നു, സംസ്കാരം എന്തായിരുന്നു, ആഹാരം എന്തായിരുന്നു, വസ്ത്രം എന്തായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാനൊരു ഭാവനയിലുണ്ടാക്കി വിളക്കി ചേർത്തിരിക്കുക. മറ്റൊക്കെ റിയലായിട്ടുള്ള സംഭവം. അപ്പോൾ ഈ ജൂതന്മാരുടെ ഒരു അപ്പോൾ എന്നോട് പലരും പറഞ്ഞു ഇതൊരു 5 നോവലിനുള്ള വിഷയമാണ് സാർ ഒന്നിൽ ഒതുക്കിയേ. ഞാൻ പറഞ്ഞു അത് മതി, അങ്ങനെ മതി, എനിക്ക് 5 നോവൽ എഴുതാം. അത് എഴുതാൻ പറ്റാത്തതുകൊണ്ടല്ല, പക്ഷേ ഈ ജൂതന്മാരെ പറ്റി എഴുതണം എന്ന് എനിക്ക് തോന്നി. കാരണം അത് അന്യം നിന്ന് പോയൊരു തലമുറയാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ജൂതന്മാരില്ല, കുറച്ച് പേര്. ചേന്നമംഗലത്ത് ആരുമില്ല. ചേന്നമംഗലം, മാള, വട്ടാഞ്ചേരി, എറണാകുളത്ത് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പം ആരുമില്ല, അങ്ങനെ സമൂഹം ഉണ്ടായിരുന്ന അറിയില്ല. ഇപ്പം ഈ മതസൗഹാർദ്ദത്തെ പറ്റി നമ്മളൊക്കെ വലിയ സെമിനാർ നടത്തുന്നില്ലേ. ഇപ്പം ഞങ്ങളൊക്കെ വളർന്ന കുട്ടിക്കാലത്ത് ഞങ്ങൾ അവിടെ 4 സമൂഹക്കാർ ഒരുമയോടെ ജീവിച്ചിരുന്നു. ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ജൂതന്മാർ. അപ്പം ഞങ്ങളുടെ ഈ ഒരു കുന്നിൻ്റെ മുകളിൽ സഹവർത്തത്തോടായിരുന്നു ഇവർ ജീവിച്ചിരുന്നത്. ജൂതപ്പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, മുകളിലൊരു വിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ആ 8 കൊല്ലത്തിൽ ഒരിക്കൽ വാങ്ക് മുഴങ്ങുന്ന സമയത്തായിരിക്കും അമ്പലത്തിൽ മണി അടിക്കുന്നത്. ഇവർക്കൊരു ഷോഫർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് വാങ്ക് അയക്കുന്ന മറ്റേ ഷോഫർ അയക്കും. അപ്പോൾ ഞാൻ ഈ സ്പെയിനിൽ അവിടെ പോയി പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾ അവർ യുനെസ്കോ ഹെറിറ്റേജാണ്, ഇവിടെ 3 മതക്കാരുണ്ടായിരുന്നു പറയും. ഞങ്ങളുടെ അവിടെ 4 മതക്കാരുണ്ടായിരുന്നു പറയും. ഒരു ഹെറിറ്റേജല്ല, ഒരു പാവപ്പെട്ട ഗ്രാമമാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആ അന്തരീക്ഷത്തിൽ വളർന്നുകൊണ്ട് നമുക്ക് ഈ മതസൗഹാർദ്ദം ആരെന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിക്കണ്ട. ഞങ്ങൾ അതിൻ്റെ ഇടയിലാണ് വളർന്നേ. ജൂതന്മാരും സുഹൃത്തുക്കളായിരുന്നു, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ രക്തത്തിലുള്ളതാണ്. സാർ, ഈ ചേന്ദമംഗലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പ്രളയം കഴിഞ്ഞ് അവിടുന്ന് തന്നെ ഉണ്ടായ ചേക്കുട്ടി പാവയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചേക്കുട്ടി എന്നൊരു പുസ്തകം ബാലസാഹിത്യം ഉണ്ടായല്ലോ, അതിന് അവാർഡും ഒക്കെ കിട്ടി, കേന്ദ്ര സാഹിത്യ അക്കാദമി. അതെ സാർ, ഒന്ന് ആ നോവലിനെ കുറിച്ചൊരു. ചേക്കുട്ടി അതിപ്പം ഞങ്ങൾ ഈ കൈത്തറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ സംസ്കാരമാണ്, ചേന്നമംഗലം മുണ്ടുകൾ. അപ്പം ഞങ്ങൾ കുട്ടിക്കാലം തൊട്ടേ കേട്ട് വളരുന്ന ഈ കടകട ശബ്ദമാണ്. കൊച്ചായിരുന്നപ്പോൾ, കാരണം എൻ്റെ വീടിനടുത്തൊക്കെ തറികളുണ്ടായിരുന്നു, സാധാരണക്കാരാണ്. അപ്പോൾ ആ പുരുഷന്മാർക്ക് അതിനുള്ള വരുമാനം കിട്ടാത്തതുകൊണ്ട് സ്ത്രീകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഒരു ദിവസം അത്രയും പണിതാൽ 100-300 രൂപ കിട്ടും. മറ്റേ എന്ത് പണിക്ക് പോയാലും പുരുഷനായിരിക്കും പണം കിട്ടും. അപ്പോൾ സ്ത്രീകളാരും ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കൈത്തറികളുടെ ആയിട്ടുള്ള ഒരു ആത്മബന്ധം കുട്ടിക്കാലം തൊട്ടേ ഉണ്ട്. അപ്പോൾ ഈ പ്രളയം വന്നപ്പോൾ ഈ ഓണത്തിനാണ് മാക്സിമം ഇവർ സംഭരിച്ച് ചെയ്തു വയ്ക്കുന്നത്. ലക്ഷങ്ങളുടെ സ്റ്റോക്കായിരിക്കും. ഈ വെള്ളം കയറുന്നത് ആഗസ്റ്റ് 15-ാം തീയതി വെള്ളം കയറുന്നത്. ഞങ്ങളെ കൂടിയത് 15-ാം തീയതിയാണ്. അപ്പോൾ ആ സമയത്ത് ഈ കെട്ടിക്കിടന്ന സ്റ്റോക്ക് മുഴുവൻ നശിക്കുകയാണ്, ലക്ഷങ്ങളുടെ സ്റ്റോക്ക്. അപ്പോൾ അത് വാസ്തവത്തിൽ അന്നാണ് മലയാളിയുടെ ഒരുമ കണ്ടത്. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മലയാളികൾ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ ഈ ചേന്നമംഗലത്ത് കിടന്ന തുണി ഒരു 35 ലക്ഷത്തിൻ്റെ തുണി, അത് ഈ ലക്ഷ്മി മേനോനും ഗോപിനാഥ് പാറയിൽ എന്ന് പറഞ്ഞാൽ 2 പേരും മുന്നോട്ട് വന്ന് ആ തുണി മുഴുവൻ ഏറ്റെടുത്ത് മുഴുവൻ ക്ലീൻ ചെയ്ത് അതുകൊണ്ട് കൊച്ചു കൊച്ചു പാവകളുണ്ടാക്കി. പാവകളെന്ന് പറഞ്ഞാൽ അതിവിടെ ഉണ്ട്, 25 രൂപയ്ക്കാണ് വിറ്റിരുന്നവർ. അത് വെച്ചാൽ 35 ലക്ഷം ഉറുപ്പികയുടെ തുണിയും അവർ ഏറ്റെടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര്, ഇപ്പം ബേബി ജോണിൻ്റെ ഗ്രാൻഡ് ഡോട്ടർ ഉണ്ട്, പേര് ഞാൻ മറന്നു. പല സ്ഥാപനങ്ങളിലും അതിനുശേഷം ഈ ബൊക്കെയൊക്കെ കൊടുക്കുന്നതിന് പകരം, അതെ, ഇത് കൊടുത്തു പൂ കൊടുക്കുന്നതിന് പകരം ചേക്കുട്ടി പാവ. അല്ലല്ല, അത് DC കഴിക്കാമുറി DC രവി ഒരുപാട് പ്രൊമോട്ട് ചെയ്തു. ബുക്ക് ഫെസ്റ്റിവലിലൊക്കെ ഇത് കൊടുത്തു. പിന്നെ മാത്രമല്ല
ഒരുപാട് സന്നദ്ധ സംഘടനകൾ, ടീച്ചർമാർ, അവരിവരൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു. ഇനിഷ്യേറ്റീവ് ആയിരുന്നു. വിദേശത്ത് വരെ. ഈ ലക്ഷ്മി മേനൻ അത് കഴിഞ്ഞ് ഒരിക്കൽ ഇവിടെ വന്നു. അവർ അസാമാന്യ ആശയങ്ങളുള്ള സ്ത്രീയാണ്. ചൂല് കൊണ്ട് അവർ ഡെക്കറേറ്റീവ് പീസ്, ചൂലാറ്റി എന്ന് പറ്റി പറഞ്ഞിട്ടുള്ള ഡെക്കറേറ്റീവ് പീസ് എന്തുകൊണ്ട് എന്തും ഉണ്ടാക്കാം. അങ്ങനെ ഒരു അസാമാന്യ ഐഡിയ ഉള്ള ആളാണ്. അപ്പോൾ ഈ ഇത് വെച്ചിട്ട് ഈ ചേക്കുട്ടിപ്പാവയെ പറ്റി ഞാനൊരു, അപ്പോൾ എൻ്റെ DC ആണ് രവിയാണ് പറഞ്ഞത് എന്നോട് അതിനെപ്പറ്റി ഒരു ബാലസാഹിത്യം എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, രവി ഞാൻ ബാലസാഹിത്യം എഴുതിയിട്ടില്ല, എനിക്ക് ധൈര്യമില്ല, കുട്ടികൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാവുന്നതൊക്കെ അറിയില്ല. രവി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് മെനക്കെട്ടതാണ്. മെനക്കെട്ടപ്പോൾ ഈ ചേക്കുട്ടിപ്പാവ ഉണ്ടാകുന്നു. പിന്നെ ചേക്കുട്ടിപ്പാവ അതിലൊരു പാവ വിദേശത്ത് പോയി ജീവൻ കിട്ടി വിദേശത്ത് പോകുന്നു. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈമുദ്രകളിലുണ്ട്. പാവകൾ ഉണ്ടാക്കി അതിന് ജീവൻ ഊതിക്കൊടുത്ത് ഒരു പാവ അത്ഭുതം കാണിക്കുന്നു, മിറക്കിൾ കാണിക്കുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഇതിനകത്തേക്ക് അങ്ങ് കയറ്റി. അപ്പോൾ അതിനൊരു മാനം വന്നു. ഇതപ്പം തോന്നുന്നത് ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത് ആദ്യം എഴുതിയത് നോവലാണ്. ഇത് ഈ പുസ്തകം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. കാരണം സ്കൂളുകളിലും അവിടെ ഇവിടെയൊക്കെ ചെക്കുട്ടിപ്പാവ, കാരണം വിദേശത്ത് പോയി അത്ഭുതം കാണിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൈമുദ്രകളുടെ ഇതുണ്ടല്ലോ, ഈ വിദേശത്ത് പോയി പാവക്കുട്ടികൾ അത്ഭുതം കാണിക്കുന്നു. അപ്പോൾ എനിക്ക് മുട്ടത്തുവാർക്ക് അവാർഡ് തരാനായിട്ട് MT വാസുദേവൻ നായർ തൃശ്ശൂർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, സേതു രക്ഷപ്പെട്ട് വലിയൊരു അത്യാഹിതത്തിന്ന്. ഞാൻ പറഞ്ഞു എന്തായെന്ന് ചോദിച്ചപ്പോൾ ഈ ക്യാരക്ടർ ഈ പാവക്കുട്ടികളെ ഉണ്ടാക്കി ജീവൻ കൊടുത്ത് പുറത്തേക്ക് വിടുന്നതാണ്. അപ്പോൾ അതേ ക്യാരക്ടർ സാൽമാൻ റുഷ്ദിയുടെ നോവലിൽ വന്നിട്ടുണ്ടാവും. അപ്പം എൻ്റെ ഭാഗ്യത്തിന് അതൊരു 3 കൊല്ലം കഴിഞ്ഞാൽ വന്നേ. നമ്മൾ നേരത്തെ അടിച്ചു. അത് ഫ്യൂറി, അത് കഴിഞ്ഞ് ഞാൻ ആ ഫ്യൂറി എന്ന് പറഞ്ഞ നോവൽ വായിച്ചു നോക്കിയപ്പോൾ അതിൽ ഇതേപോലെ ഒരു കഥാപാത്രം ഉണ്ടായി. അത് BBC ആങ്കറൊക്കെ ആയി. അപ്പം എവിടെയോ കിടക്കുന്ന ഒരു ചെറിയ എഴുത്തുകാരൻ ഉണ്ടാക്കിയൊരു സാധനം എവിടെയോ കിടക്കുന്ന സൽമാൻ റുഷ്ദി പോലെ. ഇപ്പം മനസ്സുകളുടെ ഒരു സമാനതയാണ് നമ്മൾ പറയുന്നത്. അത് MT അന്നേ വായിച്ചിട്ടുണ്ട്, ഫ്യൂറി വായിച്ചിട്ടാണ് പുള്ളി പറഞ്ഞത്. പുള്ളി പറഞ്ഞു MTക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമല്ലേ? അതെ, സൽമാൻ റുഷ്ദിയുടെ പുസ്തകങ്ങൾ വ്യത്യസ്തമാണ്, വളരെ വ്യത്യസ്തമാണ്. നമ്മളത് മിഡ് നൈറ്റ് ചിൽഡ്രൻ ആയാലും പല പുസ്തകങ്ങളായാലും. പക്ഷെ കൈമുദ്രകൾക്ക് ഈ പറയുന്ന രീതിയിൽ ആളുകളത് സ്വീകരിച്ചില്ല എന്നുള്ളത് വളരെ ശരിയാണ്. കൈമുദ്രകൾ എഴുതി കഴിഞ്ഞിട്ട് മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്തു. അപ്പോൾ എൻ്റെ കൈയെഴുത്ത് പ്രതി കിട്ടിയപ്പോൾ MT പറഞ്ഞു, ഇത് ഇപ്പോൾ തുഞ്ചൻപറമ്പിൽ കാഞ്ഞിരത്തഞ്ച് ഹോട്ടലൊന്ന് വായിക്കണം ഒരധ്യായം. ഞാൻ അവിടെ പോയി വായിച്ചു. അപ്പോൾ MT പറഞ്ഞു, ഇത് സേതുവിൻ്റെ കാലശേഷമേ വായിക്കപ്പെടുള്ളൂ. പുള്ളി ഒരു പ്രവാചകൻ്റെ പോലെ പറഞ്ഞു. വാസ്തവത്തിൽ അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഡൽഹിയിലെ കൃഷ്ണനുണ്ണി ഉണ്ടല്ലോ, ഭരതമാഷ്ടമാൻ കൃഷ്ണനുണ്ണി, അവിടുത്തെ പ്രൊഫസർ കൃഷ്ണനുണ്ണി പറയുന്ന എൻ്റെ ഏറ്റവും നല്ല വർക്ക് കൈമുദ്ര. കാതറിൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരുപാട്, കാരണം അത് വാസ്തവത്തിൽ ഈ സങ്കല്പം എങ്ങനെയാണ് വന്നു നമുക്കറിയില്ല. പാവക്കുട്ടി ഉണ്ടാക്കി പാവക്കുട്ടിക്ക് ജീവൻ കൊടുക്കുക. ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിലാൻ കുന്ദേര പറഞ്ഞൊരു കാര്യം സാർ എപ്പോഴും പറയാറുണ്ട്, കേൾക്കാത്ത കാണാത്ത ആ ഒരു, അത് അങ്ങനെ കുന്ദേര പറയുന്ന നമ്മുടെ മുമ്പിലൊക്കെ ഒരു കർട്ടനുണ്ട്, ആ കർട്ടൻ കീറിക്കളഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ കാണാത്ത ലോകം കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. പറയാത്ത കാര്യങ്ങളല്ല, കാണാത്ത ലോകം കാണിച്ചു കൊടുക്കുക. അതാണ് ഒരു എഴുത്തുകാരൻ്റെ ധർമ്മം എന്ന് പറയുന്നുണ്ട്. അതറിയാതെ സാറിൻ്റെ അതാ, അതൊക്കെ നമ്മൾ അന്ന് കുന്തേരെ പറ്റി കേട്ടിട്ടുമില്ല. സാർ പിന്നെ ISROയിൽ ജോലി ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറിന്റെ കൂടെയൊക്കെ ഒരടുപ്പം ഉണ്ടായിരുന്നു. ആ കാലത്തെ കുറിച്ചൊന്ന് കൂടെ എന്ന് പറഞ്ഞാൽ പറ്റില്ല. അന്ന് ISRO അല്ല, ടേൾസ് ആണ്, തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. അത് 63 നവംബർ 21 ആദ്യത്തെ ലോഞ്ചിങ് നടക്കുന്നത്. അപ്പോൾ ഞാനത് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്. മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലമാണ്. അപ്പോൾ അന്ന് ഈ തുമ്പ സ്റ്റേഷൻ തുടങ്ങുന്നു, പുതുതായിട്ടൊരു സംഭവം, അതിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ ഒരു മെറ്റ് യൂണിറ്റ് തുടങ്ങുന്നു, ഒരു 10 ആളുണ്ടാകുക. മെറ്റ് യൂണിറ്റ് പോകുന്നു. അപ്പോൾ ഞാൻ സ്വാഭാവികം നാട്ടിൽ വരികയില്ലെന്നിട്ട് ഞാൻ പോന്നു. ബോംബെയിൽ നിന്ന് ഞാൻ വളണ്ടിയർ ചെയ്ത് അങ്ങോട്ട് വന്നു, തുമ്പയിൽ വന്നു. ആദ്യം തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് വന്നു, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതൊരു വല്ലാത്ത ചുറ്റുപാടാണ്. 600 ഏക്കറുള്ള റോക്കറ്റ് സ്റ്റേഷൻ,
അതിൻ്റെ അകത്ത് ഒരു വീട്ടിൽ ഈ മത്സ്യത്തൊഴിലാളികളും അല്ലാത്തവരുമായിട്ട് വെക്കേറ്റ് ചെയ്ത്, കാരണം ഭൂമി ഏറ്റെടുക്കുമായിരുന്നേ. അതിലൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, വേറൊരു വീടാണ് ഞങ്ങളുടെ ഓഫീസ്, വേറൊരു ഇതിലൊക്കെയാണ് മറ്റ് എൻജിനീയേഴ്സ്. അപ്പോൾ അന്ന് കലാം അത് റോക്കറ്റ് എൻജിനീയറാണ് അദ്ദേഹം. ഞാൻ അങ്ങനെയൊക്കെ പരിചയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അങ്ങേരെ ഒരു വെജിറ്റേറിയൻ, പക്ക വെജിറ്റേറിയനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടാണ് ആദ്യം പരിചയപ്പെടുന്നത്. അപ്പം ഞങ്ങളൊരു 2 കൊല്ലത്തോളം റേഞ്ചിനകത്തായിരുന്നു. അപ്പം ഞങ്ങൾ 10 പേര്, പുറകിലൊരു PR-ൻ്റെ ഒരു 5-6 പേര്, പിന്നെ ഒരു 100 കുറുക്കന്മാർ. രാത്രിയായ ഭയങ്കര ബഹളമാണ്. ഒരു കുറുക്കൻ തുടങ്ങിയാൽ വേറെ കുറുക്കൻ ഏറ്റുപിടിക്കും. പിന്നെ ഒരു 10-30 വാച്ച്മാന്മാർ. ഇത്രയേ ഉള്ളൂ ആ പ്രദേശം. അവിടെ എങ്ങും റോഡിലൊന്നും ലൈറ്റൊന്നും ശരിക്കായി വന്നില്ല, പതുക്കെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അന്നൊക്കെ ഈ ആദ്യം റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ കൊണ്ടുപോകുന്നത് കാളവണ്ടിയിലും കൈവണ്ടിയിലും. അപ്പോഗി എന്നൊരു സാധനം ഒരിക്കൽ ഡോക്ടർ കലാം കൊണ്ടുവരുന്നത് സൈക്കിളിലാണ്. അപ്പോൾ അവിടെ ഇവരുടെ അവർ ആരാധിച്ചിരുന്നൊരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിലാണ് ഇത് അസംബിൾ ചെയ്ത് റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ നൈകപ്പാഷി എന്ന് പറയുന്ന ഒരു പഴയ റോക്കറ്റ് അമേരിക്കൻ്റെ ഉണ്ടെന്ന് അവിടെ കൂട്ടിച്ചേർത്ത് വിടുകയാണ്, കയറ്റി അയക്കുകയാണ്. അത് കഴിഞ്ഞ് സെൻറ്റോർ എന്ന് പറഞ്ഞ ഫ്രഞ്ച് റോക്കറ്റ് വന്നു. അപ്പോൾ അതൊക്കെ ഒരു വെതർ റോക്കറ്റുകളെ. പക്ഷെ അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഒരു സമർപ്പണമുണ്ട്, ആ സ്ഥലം വിട്ടുകൊടുത്തില്ലേ. അത് വാസ്തവത്തിൽ 2-3 ഇതുണ്ട്. ഒന്ന്, കുറച്ച് പള്ളി ഒരുപാട് സഹായിച്ചു. കാരണം അന്ന് ഭൂരിഭാഗം സാധാരണ മേപ്പെടുത്ത സാധനം. പിന്നെ അല്ലാതെയും മറ്റ് ഒരുപാട് ദളിതന്മാരുണ്ടായിരുന്നു, മറ്റ് മുസ്ലിങ്ങളുണ്ടായിരുന്നു, പലവിധ മതക്കാരുണ്ടായിരുന്നു. കുറേയൊക്കെ ഗവൺമെൻറ്റിൻ്റെ പ്രേരണ, കുറേയൊക്കെ കിട്ടിയ പണം, പോകാതെ നിവൃത്തിയില്ല. ഇപ്പോൾ അടുത്തുള്ളവരൊക്കെ പോയി കഴിഞ്ഞാൽ പോകാതെ നിവൃത്തിയില്ല. കാരണം പിന്നെ അത് റോക്കറ്റ് സ്റ്റേഷൻ വരാൻ പോകണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര അത്ഭുതമല്ലേ. ജോലിയും കൊടുക്കാൻ കുറേ പേർക്ക് കിട്ടി, മുഴുവൻ നടക്കില്ല. ഈ വാച്ച്മാന്മാരൊക്കെ എക്സ് സർവീസുകാരാണ് അവിടെ കിട്ടിയിരുന്നേ. പിന്നെ മറ്റൊക്കെ ടെക്നിക്കൽ സ്റ്റാഫ് അല്ലേ, പിന്നെ കുറച്ച് ഓഫീസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേരല്ലേ ഉള്ളൂ. പുനരധിവാസത്തിനൊക്കെ കുറച്ച് എന്തൊക്കെ വെച്ച് കോളനി ഉണ്ടാക്കി അവർ, കുറച്ച് പേരെ കോളനി ഉണ്ടാക്കിയിട്ട് അവിടെ. പക്ഷെ അന്ന് അക്കാലത്ത് ഞങ്ങൾ വാസ്തവത്തിൽ ആ റേഞ്ചിൽ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. കുറച്ച് പേര്, 10-15 പേര്, 10 പേര് ഞങ്ങൾ, അവർ 5-6 പേര്. മറ്റേ ഇവരൊക്കെ ട്രിവാൻഡ്രത്തേക്ക് വൈകുന്നേരം ബസ്സിൽ പോകും. ഞങ്ങളൊരു ആദ്യത്തെ ഒരു 2 കൊല്ലത്തോളം അവിടെയായിരുന്നു, റേഞ്ചിനകത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് പോയി. അപ്പോൾ അന്നേ ഞങ്ങളുടെയൊക്കെ ബാച്ചിലേഴ്സ് അല്ലേ, നല്ല രസമുള്ള കാലഘട്ടം. അപ്പോൾ വൈകുന്നേരം കടലിൽ കുളിക്കും. അവിടെ വളരെ ശാന്തമാണ് കടൽ, കുളിക്കാം, പേടിക്കണ്ട. സെക്യൂരിറ്റി ഓഫീസർ എന്ന് പറഞ്ഞു, വന്ന് എന്നോട് പറയരുത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടാൻ വേണ്ടി കാണിച്ചല്ലേ. എല്ലാവരും കുളിക്കുക, നല്ല ഫ്രഷായിട്ട് വരും. അപ്പോൾ ഞങ്ങളുടെ ഒരു കുക്കർ ചെല്ലപ്പുണ്ട്, ആകെ കഞ്ഞിയും പയറുമാണ് ദിവസം, മൂപ്പർക്ക് അതിനപ്പുറം ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ജീവിതമായിരുന്നു കാലത്ത് അവിടെ ഓടുകയും ഒക്കെ ചെയ്യും. പിന്നെ അതിന് ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പോഴാണ് ഈ കൂടുതൽ ബസ്സിൽ യാത്ര. അപ്പോൾ പലപ്പോഴും കലാമൊക്കെ അടുത്തിരിക്കും, വർത്തമാനം. കാരണം ഇതുപോലെ ഒരു മനുഷ്യൻ, നമ്മൾ ഒരു യാതൊരു സൗമ്യനായ മനുഷ്യൻ, നമ്മൾ അൺഅസ്യൂമിങ് എന്നൊക്കെ പറയില്ലേ, യാതൊരു അന്ന് ഈ ഡോക്ടറും ബഹളങ്ങളൊന്നുമില്ല, ഈ പൊടിയൊന്നും വളർത്തിയിട്ടില്ല. ഒരു 10-45 വയസ്സായ ചെറുപ്പക്കാരൻ, ശാന്തന. അങ്ങേര് കർണാട്ടിക് മ്യൂസിക്കായിരുന്നു ഏറ്റവും ഇഷ്ടം. അങ്ങേരുടെ പലരും പറഞ്ഞിട്ട് അങ്ങനെ ലോഡ്ജിൽ, ബാച്ചിലറാണ്, ത്രൂ ഔട്ട് ബാച്ചിലറായിരുന്നു, ലോഡ്ജിൽ ഈ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒരു വലിയൊരു നമ്മൾ ലോങ് പ്ലേയിങ് ഇതുണ്ടല്ലോ, ഗ്രാമഫോണിൻ്റെ ലോങ് പ്ലേയിങ് ആൽബം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക മനുഷ്യൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ഞാൻ അങ്ങനെ കാണാനായിട്ടായിട്ടില്ല. പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കാണാൻ പറ്റില്ല. ഇല്ല, അത് ഞാൻ NBTയിൽ ശ്രമിച്ചു. അന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. കാരണം അങ്ങേരൊന്നും അറിയില്ലല്ലോ, ഏതെങ്കിലും സെക്രട്ടറി അല്ലേ ചെയ്യുന്നേ. അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അകത്ത് കയറി കിട്ടിയാൽ എനിക്ക് അങ്ങേരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു രക്ഷ ഉണ്ടായില്ല. അങ്ങനെ ISRO പിന്നെ ചന്ദ്രയാൻ 3 വരെ അല്ലല്ല, അത് മനസ്സിൽ അവിടെ ഒരു ചെറിയ ഒരു മഞ്ഞുതുള്ളി മാത്രമാണ് തുടക്കകാലത്തെ ഈ റോക്കറ്റൊക്കെ കണ്ട് അല്പം. പക്ഷേ വേറെ ആളെ കൂടി പറയാം, അല്ല ഡോക്ടർ മറ്റേ വിക്രം സാരാഭായി. ഇപ്പം അദ്ദേഹം വലിയ മനുഷ്യനാണ്, ഒന്നാമത് കോടീശ്വരൻ, പിന്നെ വലിയൊരു സയൻറ്റിസ്റ്റ്, ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന സയൻറ്റിസ്റ്റ്.
അതേ സമയത്ത് അങ്ങേര് ഇതേപോലെ കലാമലവർ സിമ്പിളാണ്. ഖദർ ഷർട്ട്, ഖദർ പാൻസ്, സിമ്പിളായിട്ട് ഓടുക, നല്ല വെളുത്ത നല്ല നല്ല മുഖം, തിളങ്ങുന്ന മുഖം. അങ്ങേര് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ, ഇപ്പം ഞങ്ങളൊക്കെ ചെറിയ ജോലിക്കാരാണ്, അതൊന്ന് പുറത്ത് കേട്ട് ഹൗ ഇസ് ദ വെദർ മാൻ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം കൈയൊക്കെ പിടിച്ച് കുലുക്കാൻ നമുക്കൊക്കെ വിക്രം സാരാഭായി കൈ പിടിച്ച് കുലുക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാണ്. നമ്മൾ ഇവിടത്തേക്ക് ഇന്നത്തെ കാലത്തൊക്കെ ഓരോരുത്തരുടെ അഹങ്കാരം നമ്മൾ കാണുന്നില്ലേ. അപ്പോൾ അതൊക്കെ വലിയ വലിയ സംഭവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം തന്നെ ദുരൂഹമാണ്. ഒരുപാട് ഡോക്ടർ ബാബയുടെ മരണം, ഡോക്ടർ ബാബ വല്ലപ്പോഴും വരണം, പക്ഷെ അങ്ങേറ്റ് ആരുമായിട്ട് മിക്സ് ചെയ്യുമൊന്നുമില്ല. പക്ഷേ സാരാഭായി വളരെ സിമ്പിളായ, പിന്നെ മൃണാളിനി സാരാഭായി അല്ല, അവർ വരാറില്ല. അപ്പോൾ ഒരു വലിയൊരു ലോകം ഉണ്ടായിരുന്നു അവിടെ. അവിടുന്ന് വാസ്തവത്തിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് പോയതാണ്, അല്ലെങ്കിൽ ഞാൻ തുമ്പേന്ന് പോയില്ലായിരുന്നു. ഇപ്പോൾ ചന്ദ്രയാൻ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ്, തുടക്കകാലത്ത് കണ്ടിരുന്ന ഒരു സാധനം, ഈ സാധനം പള്ളി കൊണ്ടുപോയുള്ള സാധനം കയറ്റി അടിച്ചു വിടുന്നത്. അപ്പോൾ ഈ നമ്മളിനി മുകളിൽ പോയിട്ട് ഈ സോഡിയം പേപ്പറാണ് പരക്കുന്നത്, മഞ്ഞപ്പുക, അത് കാണാനൊക്കെ ഒരു അത്ഭുതമായിരുന്നു. കാരണം അങ്ങനെ പല സ്ഥലങ്ങളിൽ പല ഔദ്യോഗിക ചുമതലയോടുകൂടി ഇരിക്കാൻ പറ്റി അല്ലെ. NBT ഡൽഹിയിലും ഉണ്ടായിരുന്നല്ലോ, അന്ന് ചെയ്യാൻ പറ്റിയ ക്രിയേറ്റീവായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റി. അതിൽ നമ്മൾ അതേപോലെ വർക്ക് ചെയ്തിരുന്ന ജോലി സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. ഞാനിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ബാങ്കിലും ഉണ്ടായിരുന്നു 10-30 കൊല്ലത്തോളം. NBT എന്ന് പറയുന്നത് ഒരു പ്രസാധക സ്ഥാപനമാണ്. അത് സർക്കാർ സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യക്കുറവുണ്ട്. കാരണം സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുമെങ്കിലും പണമൊക്കെ സർക്കാരിന് വരണം. ഒരു കൊല്ലം 10-30 കോടി വരും. അപ്പോൾ വാസ്തവത്തിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന ആളാണെങ്കിൽ വളരെ അധികം പ്രശസ്തനായ ചരിത്രകാരനായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങർക്ക് ഒരുപാട് വയസ്സായി, 10-55 വയസ്സുകളായി. അപ്പോൾ പകരക്കാരനായിട്ട് ഒരാളെ കണ്ടുപിടിക്കാൻ അവർ 2 കൊല്ലത്തോളം വേക്കൻസി വച്ചുവിട്ടിരുന്നതാണ്. ഒടുവിൽ കപിൽ സിബലാണ് എന്നെ കണ്ടെത്തുന്നത്. അപ്പോൾ അദ്ദേഹം നോക്കിയത് ഇത്രയും പണം ഇവിടെ വരുന്നുണ്ടല്ലോ, അപ്പോൾ സത്യസന്ധനായ ഒരാൾ വേണം, അതാണ് പ്രധാനം. സാഹിത്യ പശ്ചാത്തലം ഉണ്ടെങ്കിൽ നല്ലത്. അങ്ങനെ നോക്കിയപ്പോഴാണ് എവിടുന്ന് ഞാൻ സംഭവം തന്നെ അറിഞ്ഞിട്ടില്ല, കടലാസും കൊടുത്തിട്ടില്ല. എവിടുന്നോ എൻ്റെ പല ബയോഡാറ്റ ചെന്നപ്പോൾ എൻ്റെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കിത് മതി, കാരണം അഡ്മിനിസ്ട്രേഷൻ അറിയാം, സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ആളാണ്. അപ്പോൾ പിന്നെ അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നിയത്. പിന്നെ അവിടുത്തെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ കുറേ മാറ്റങ്ങൾ വരുത്തി. കാരണം അന്താരാഷ്ട്ര പുസ്തകോത്സവം എന്ന് പറയുന്നത് ഒരു 10-30 രാജ്യങ്ങൾ പങ്കെടുക്കും. അപ്പോൾ ഞാനുണ്ടായിരുന്ന 3 കൊല്ലം ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റി. ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, ആത്മകഥയെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാത്തിലും നമുക്കൊരു ക്രിയേറ്റീവ് ടച്ച് കൊടുക്കാൻ പറ്റി. കാരണം അവിടെയൊക്കെ ഇരുന്നതിൽ ആദ്യം ഉണ്ടായിരുന്ന CD ജോൺ മത്തായി ആയിരുന്നു ആദ്യത്തെ ആൾ, ധനകാര്യമന്ത്രി. പിന്നെ CD ദേശ്മുഖായിരുന്നു ധനകാര്യമന്ത്രി. പിന്നെ BB കേസ്കർ കേന്ദ്രമന്ത്രി, വലിയ വലിയ ആളെ പിന്നെ ആനന്ദമൂർത്തി, സുകുമാർ അഴീക്കോട്. അപ്പോൾ അതിൽ താരതമ്യേന അറിയപ്പെടാത്ത ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ എന്നാലും എൻ്റെ ആ ഒരു സാന്നിധ്യം തെളിയിക്കാൻ പറ്റി. അവിടെയുള്ളവർ തന്നെ സമ്മതിച്ചു. കാരണം നമ്മളെ മാനേജ്മെൻറ്റ് പരിചയമുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ. പിന്നെ ഇവിടെ BJP വന്നപ്പോൾ 6 മാസം ബാക്കിയുണ്ടായിരുന്നു. അവർ സൂചിപ്പിച്ചു ഞങ്ങളുടെ ആളുണ്ട്. ഞാൻ മാന്യമായിട്ട് റെസിഗ്നേഷൻ കൊടുത്തു പോകുന്നു. അല്ലാതെ അവർക്ക് പിരിച്ചുവിടാൻ വകുപ്പൊന്നുമില്ല. പക്ഷെ അത് ഞാൻ എൻ്റേതായ രീതിയിൽ കൈകാര്യം. കാരണം അവർ അത് പബ്ലിഷ് ചെയ്യണം, ഇത് പബ്ലിഷ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ അടിയുണ്ടാവും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്കറിയാം ഭരണമാറ്റം വരുമ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടക്കാരുണ്ടാവും. നമ്മളതിൻ്റെ ഇടയിൽ നിന്നിട്ട് മത്സരിച്ചിട്ട് ഒരു കാര്യമില്ല. അവർ വേണമെങ്കിൽ നമ്മളെ നാറ്റിക്കാൻ പറ്റും, അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഇതേവരെ ഒരു അഴുക്ക് പുരളാത്ത വേഷമായിട്ട് നടന്നിട്ടുണ്ട്. ഇനി അവസാന കാലത്ത് അതിൻ്റെ ആവശ്യമില്ലല്ലോ, അത് മതി. ഈ ചങ്ങമ്പുഴ പാർക്ക് എന്ന് പറഞ്ഞൊരു കഥ എഴുതിയല്ലോ, നമ്മളുടെ ഇവിടുത്തെ ചങ്ങമ്പുഴ പാർക്കുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണല്ലോ. അതങ്ങനെ സാറിന് അങ്ങനെ ഒരു തീം അതിലോട്ട് എത്തിയത് എങ്ങനെയാണ്? അല്ലല്ല, അത് ഉദാഹരണത്തിന് അതിലിപ്പം സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു ഗ്രൂപ്പ് അത് നല്ലൊരു ഡോക്യുമെൻ്ററി ഫിലിമാക്കി എടുത്തു. ഷോർട്ട് ഫിലിം, ഡോക്യുമെൻ്ററി അല്ല, ഷോർട്ട് ഫിലിമാക്കി എടുത്തു.
അവർ തന്നെ വേറെ മോം എന്ന് പറഞ്ഞ എൻ്റെ വേറൊരു കഥ ഷോർട്ട് ഫിലിം എടുത്തു. അത് അവിടെയൊക്കെ വളരെ അംഗീകരിക്കപ്പെട്ട ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ ചങ്ങമ്പുഴ പാർക്ക് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അതെ, പോയി ഇരിക്കുന്നവർക്കാണ് ഈ കഥ വായിക്കുമ്പോൾ കൂടുതൽ, ഞാനിങ്ങനെ ഇടയ്ക്ക് പോകാറുണ്ട് അവിടെ. അപ്പോൾ കഥ കൂടുതൽ അങ്ങ് നമുക്ക് അതല്ല, അതെന്താണെന്ന് വെച്ചാൽ ആ ചുറ്റുവട്ടത്തുള്ള ആളുകൾ വൈകുന്നേരം ഒത്തുകൂടുന്ന ഒരു സ്ഥലം, അതിൽ കൂടുതലും പ്രായമായവർക്ക് അവർ ഒത്തുകൂടൽ സ്ഥലം എന്ന് പറഞ്ഞത് അത് എല്ലാ നഗരങ്ങളിലും ഉണ്ട്. എറണാകുളത്ത് ഇല്ലായിരുന്നു. ഞാൻ ഡൽഹി കണ്ടിട്ടുണ്ട്, ബോംബെയിൽ ഇഷ്ടം പോലെയുണ്ട്, ചെന്നൈയിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ പ്രായമായവർക്ക് ഒത്തുകൂടാൻ, പ്രായമായവരും അല്ലാത്തവർക്ക് ഒത്തുകൂടാൻ സ്ഥലം. അങ്ങനെയാണ് ചങ്ങമ്പുഴ പാർക്ക് അച്യുതമേനോൻ അന്ന് സഹായിച്ച് ബാലചന്ദ്രൻ താല്പര്യം എടുത്തിട്ട് അങ്ങനെ വന്നത്. ബാലചന്ദ്രൻ്റെ കോൺട്രിബ്യൂഷൻ വലുതാണ്, ആദ്യത്തെ ചെയർമാൻ. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു കൺസെപ്റ്റ്, ഏകാന്തത. കാരണം അയാളുടെ ഭാര്യ മരിക്കുന്നു, വീട്ടിലാരുമില്ല, അപ്പോൾ അവിടെ വന്നിരിക്കാവുന്ന സ്ഥലം. അങ്ങനെ കുറേ പേര്, ഓരോ ചുറ്റുപാട്, ആ ഒരു കൺസെപ്റ്റ് വെച്ച് എഴുതിയതാണ്. പക്ഷെ അതിൽ നിന്നൊരു അത് വളരെ വായിക്കപ്പെട്ട കഥയാണ്. അതിൽ നിന്ന് വാസ്തവത്തിൽ ഇത് ലോകമെമ്പാടും മനുഷ്യരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഇന്നിപ്പം വൃദ്ധസദനങ്ങൾ കൂടി വരുന്നു. ഇപ്പോൾ അച്ഛനമ്മമാരെ കൊണ്ട് കളയുന്ന ഒരു കാലഘട്ടമല്ലേ. സാറിനോട് എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറിൻ്റെ നോവലുകളിലുടനീളം ഈ മണ്ണും പെണ്ണും എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അതെല്ലാം ജോർജ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ അതെ, അത് പഠിച്ച് അപ്പോൾ അതിന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്ത്യൻ കൺസെപ്റ്റ് അനുസരിച്ച് ഈ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ മെനയുന്നത്. അത് മെനഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം പുരുഷനുണ്ടായി, അതിനുശേഷം അവൻ്റെ വാരിയിൽ ഊരിയെടുത്തിട്ടാണ് സ്ത്രീ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സാറ് ഈ നോവലുകളൊക്കെ എഴുതുമ്പോഴും സാറിന് ഈ പരിസ്ഥിതി ബോധം, പ്രകൃതി, അതേപോലെ തന്നെ പെണ്ണ്, ഇതെല്ലാം ഒരു സമഞ്ജസമായിട്ട് നോവലിലേക്ക് അതിനെ കൊണ്ടുവന്ന് സന്നിവേശിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സ്ത്രീയോടുള്ള ഇത്രത്തോളം ഉള്ളൊരു ഇത് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അമ്മയിൽ നിന്നാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ പ്രകൃതിയുടെ ഏറ്റവും സമ്പൂർണ്ണമായും മനോഹരമായ സൃഷ്ടി സ്ത്രീയാണെന്നാണ് വിശ്വാസം. അത് അമ്മ എന്ന് പറഞ്ഞാൽ അത് സ്നേഹമുണ്ട്, എല്ലാം ഉണ്ടല്ലോ, കരുതലുണ്ട്, എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ ഈ മണ്ണും പെണ്ണും ഇല്ല, അതൊരു പണ്ട് കാലം തൊട്ടേ എങ്ങനെയാണ് ഒരു രാജാവ് അടുത്ത രാജ്യം ആക്രമിക്കുന്നത്? ഒന്നുകിൽ അവിടുത്തെ മണ്ണ് കൈകഴുകുക, അല്ലെങ്കിൽ അവിടുത്തെ രാജകുമാരിയെ കെട്ടിക്കൊണ്ടുവരാൻ, സുന്ദരിയായ രാജകുമാരിയെ കെട്ടുകൊണ്ടുവരാൻ. ഇതിനൊക്കെയാണ് എല്ലാ യുദ്ധങ്ങളും നടന്നിട്ടുള്ളത്. ഇന്ത്യയിലത്തെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും സുരക്ഷിതയല്ലാത്തത് സ്ത്രീയാണ്. 8 വയസ്സുകാരി തൊട്ട് 80 വയസ്സുകാരി വരെ സുരക്ഷിതയല്ല. ഒരു കാലത്ത് നമ്മൾ പണ്ട് കാലത്ത് പറയും, വടക്കേ ഇന്ത്യയിൽ ഞങ്ങൾ പറയാൻ ബീഹാറിൽ എന്ത് നടക്കും, യു പിയിൽ എന്ത് നടക്കും, ഇന്നിപ്പോൾ കേരളത്തിലും എന്തും നടക്കും. നമ്മൾ ടി വി തുറന്നാൽ, പത്രം തുറന്നാൽ ആദ്യം കാണുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നു, കൊലപാതകങ്ങൾ, അത് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പം മൃദുവായ ഇരകൾ മണ്ണ് തട്ടിയെടുക്കലും സ്ത്രീകളെ പീഡിപ്പിക്കലും. അപ്പോൾ അതൊരു നമ്മളൊരു വിഷയമായിട്ട് എടുക്കുകയല്ല, അത് സമൂഹത്തിൻ്റെ ഭാഗമാണ്. വരികയാണ് ഇരകൾ എന്ന് പറയുന്ന ആ ഒരു. അതെ, നമുക്ക് എഴുത്തുകാരൻ എപ്പോഴും വേട്ടക്കാരൻ്റെ ഒപ്പം അല്ല ഇരകളുടെ ഒപ്പം നിൽക്കാൻ പറ്റൂ. അതെ അതെ, ഇരകളുടെ ഒപ്പം നമ്മൾ നിന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ജനപക്ഷത്താവില്ലല്ലോ. അതെ അതെ അതെ. എന്തായാലും സാറിൻ്റെ ഇത്തരമൊരു കണ്ടെത്തലുകൾ സ്ത്രീകൾക്ക് മാത്രമല്ല, ഇന്ന് ലോകത്ത് ഉണ്ടാകുന്ന എല്ലാ പുരുഷന്മാർക്കും ഒരു അമ്മബോധം അല്ലെങ്കിൽ ഒരു പെങ്ങൾ ബോധം ഇതൊക്കെ ഉണ്ടാകാനായിട്ട് നിമിത്തമാകട്ടെ. നല്ല കാര്യമാണ്, അത് ഉണ്ടാകണം എന്ന് ഞാൻ പറയുള്ളൂ. സ്ത്രീയുടെ എല്ലാ ഭാവങ്ങളും ചേർന്നുള്ള ഒരു പൂർണ്ണ സ്ഥിതിയിലോട്ട് എത്തുന്നുണ്ട് പല കൃതികളിലെയും സ്ത്രീ കഥാപാത്രങ്ങൾ എന്നുള്ളതാണ്. അതെ അതെ, എന്നാൽ അവർ പോരാടുന്നവരുമാണ്. അതെ, അതാണ് തീർച്ചയായിട്ടും. ഇപ്പം കിളിക്കൂടിലാണെങ്കിൽ സിസ്റ്റർ അഗത എന്ന് പറഞ്ഞിട്ട് അവർ കുപ്പായൊക്കെ ഊരിയിട്ട്, കന്യാസ്ത്രീയിൽ നിന്ന് കുപ്പായ ഊരിയിട്ട് അവരൊന്ന് ഈ ഇങ്ങനെ കഷ്ടപ്പെടുന്ന പെൺകുട്ടികളുടെ ശാക്തീകരണം. അവർ പറഞ്ഞാൽ ഞങ്ങൾ റെസ്ക്യൂ ഹോമല്ല ഇത്, നിങ്ങളൊക്കെ ചെറിയ പക്ഷികളാണ്, കുറച്ച് കഴിഞ്ഞാൽ പറന്നു പോകണം, നിങ്ങളിവിടെ എന്തെങ്കിലുമൊക്കെ പരിശീലനം കഴിഞ്ഞിട്ട് നിങ്ങൾ പറന്നു പോകണം. അതാണ് കിളിക്കൂടിലെ പ്രമേയം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ശാക്തീകരണമാണ്. എന്തായാലും വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. സഭ ടി വിയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്.
നിങ്ങളോട് രണ്ടുപേരുടെ നന്ദി പറയാനുണ്ട്. കാരണം നിങ്ങൾക്ക് എന്നെ കറക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു. വളരെ സന്തോഷമല്ല. സഭ ടി വിയുടെ സെൻട്രൽ ഹാൾ പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ സേതു സാറാണ്. വളരെ ഗഹനമായ വിഷയങ്ങൾ ലളിതമായി എഴുത്ത് ജീവിതത്തെക്കുറിച്ചായിക്കൊള്ളട്ടെ, കഥാപാത്രങ്ങളെക്കുറിച്ചായിക്കോട്ടെ, നമ്മുടെ സാമൂഹ്യ ജീവിത അന്തരീക്ഷത്തെക്കുറിച്ചാകട്ടെ നമ്മളോട് പറയുകയുണ്ടായി. ഇത്രയും സമയം ഞങ്ങൾക്ക് തന്നതിന് സാറിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. സഭ ടി വിക്ക് വേണ്ടിയും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും നന്ദി, നമസ്കാരം.